എന്താ എന്താ പറ എന്താ ദേവേട്ടാ? അയ്യോ അമ്മ എന്നെ പറ്റിച്ചതാണല്ലേ? ഏയ് അവിടെ നിക്ക്, ഒരു കാര്യം പറയട്ടെ. വലിയ സന്തോഷത്തിലാണല്ലോ. അത്രയ്ക്ക് സന്തോഷമുള്ള ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്താ ദേവേട്ടാ പറയ്. കാര്യം എന്താ കാര്യം? ഒടുവിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. പ്രിയേച്ചിയുമായി ഞാൻ സംസാരിച്ചു. നമ്മുടെ കുഞ്ഞിനെ ക്യാരി ചെയ്ത് പ്രസവിക്കാൻ ഒരാൾ തയ്യാറാവുന്ന പ്രിയേച്ചി പറഞ്ഞേ. സത്യമാണോ ഈ പറയുന്നേ? അതെ. അപ്പോ നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു അല്ലേ? അപ്പോ എനിക്ക് ലാളിക്കാൻ ഓമനിക്കാൻ ഒരു കുഞ്ഞിനെ കിട്ടും. അതെ, അത് താമസിയാതെ നടക്കും. പ്രിയേച്ചി ഒരു കാര്യം പറഞ്ഞാ അത് ഉറപ്പായിട്ട് നടക്കുന്നേ. അയ്യോ, അത് ഓർക്കുമ്പോ തന്നെ എനിക്ക് സന്തോഷം സഹിക്കുന്നില്ല. ഞാൻ ഈ സന്തോഷ വാർത്ത അമ്മയോട് പറയട്ടെ? അതിപ്പോ അമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോ എന്തുമാത്രം സന്തോഷാവോന്നറിയോ? ഞാൻ ചെന്ന് പറയട്ടെ? അമ്മേ, അമ്മേ. എന്താടി? എന്താ മോളെ? എന്തോ സന്തോഷമുള്ള കാര്യമാണെന്ന് തോന്നുന്നു. അതെ അമ്മേ, സന്തോഷമുള്ള കാര്യം തന്നെയാ. ഞങ്ങള് രക്ഷപ്പെട്ടു. ഒടുവിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്റെയും ദേവേട്ടന്റെയും കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരമ്മ തയ്യാറാവുമെന്നാ പ്രിയേച്ചി പറഞ്ഞത്. ആണോ? നന്നായി നന്നായി മക്കളെ. ഒടുവിൽ ഈ വീട്ടിലൊരു കുഞ്ഞ്. ഇതിനേക്കാൾ വലിയ സന്തോഷം എനിക്കെന്താ? രണ്ടാളും നന്നായി പ്രാർത്ഥിക്ക്. ഞാനും ദേവിയോട് മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. മോളെന്താ ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നത്? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്താ കാര്യം? ഞാനൊരു കാര്യം അച്ഛനെ ഏൽപ്പിച്ചിട്ട് അതെന്തായി? എന്ത് കാര്യം? ഓ, അത്ര പെട്ടെന്ന് മറന്നോ? ഓ, സുമംഗലിയോട് സംസാരിക്കുന്ന കാര്യം. എന്റെ മോളെ സംഗീതയുടെ മുന്നിൽ വെച്ച് അപമാനിക്കരുതെന്നുള്ള കാര്യം. എന്നിട്ട് അച്ഛൻ അമ്മയോട് പറഞ്ഞോ? അത് പറയാം, ശരിയാക്കാം. ഇന്ന് തന്നെ സംസാരിക്കാം. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. മോള് വാ, നമുക്ക് സംസാരിക്കാം. മോള് പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് തന്നെ ഓക്കെ ആക്കും. ഞാൻ ഇത്ര ഉറപ്പ് തന്നിട്ട് മോൾ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? അതല്ല അച്ഛാ കാര്യം. പിന്നെ ഇവിടെ ഈ വീട്ടിലൊരു കുഞ്ഞ് വരാൻ പോന്നു. ഏത് കുഞ്ഞ്? ദേവയുടെ സംഗീതയുടെയും കുഞ്ഞ്. അതിനുവേണ്ടി ഒരു സ്ത്രീ? അത് റെഡിയായെന്നാ പറയുന്നേ. കൊള്ളാലോ, അത് നല്ല കാര്യമല്ലേ? അല്ല. അല്ലേ? മറ്റുള്ളവർക്ക് അത് നല്ല കാര്യമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെ അല്ല. അതെന്താ? ഇവിടെ ഈ കുടുംബത്തിൽ എല്ലാറ്റിനും അവകാശം ഒരു മോളുണ്ട്. എന്റെ മോള് നീതു. അവള് മതി. അച്ഛനല്ല, ഇനി ആരെതിർത്താലും ശരി, ഞാൻ ഈ പുതിയ തീരുമാനം സമ്മതിക്കില്ല. എന്ത് വില കൊടുത്തും ഞാനത് എതിർക്കും. അങ്ങനെ ഒരു പുതിയ അവതാരം ഇവിടെ വേണ്ട, അത്ര തന്നെ.
മതിയമ്മേ. മോളിരിക്കെ. വേണ്ടമ്മേ, അമ്മ ഇരിക്ക്, ഞാൻ വിളമ്പാം. വേണ്ടെന്നേ, മോളിരുന്ന് കഴിക്ക്. എന്നും അമ്മയല്ലേ വിളമ്പുന്നേ, ഇന്ന് ഞാൻ വിളമ്പാം. ഇരിക്കമ്മേ. ഭാമിച്ചി, ദാ കറി. ആ അതിങ്ങ് തന്നേക്ക്. അയ്യോ വേണ്ട മോളെ, അല്ലെങ്കിൽ മോള് പറഞ്ഞതല്ലേ, ഇട്ടേക്ക്. ഈ വീട് സത്യത്തിൽ ഇപ്പോഴാ ശരിക്കും ഒരു വീടായത്. ഈ സ്നേഹവും സന്തോഷവും ഒക്കെ ഇങ്ങനെ നിലനിൽക്കണമെന്ന എന്റെ പ്രാർത്ഥന. എന്റെ സംഗീതമോള് കുറെ നാളുകൾക്ക് ശേഷം ശരിക്കും മനസ്സ് തുറന്ന് സന്തോഷിക്കുന്നത് ഇപ്പോഴാ. അതെ അതെ, സുമംഗല പറഞ്ഞത് ശരിയാ. കറിക്കൊക്കെ എന്താ ഒരു എരിവ്. അച്ഛാ എണ്ണിക്കല്ലേ, ഒരു സ്പെഷ്യൽ പായസം കൂടെ ഉണ്ട്. പായസം? എനിക്ക് ഷുഗറാ. ഇരിക്കച്ചാ, ഇത് എന്റെ ദൈവത്തിന്റെ സന്തോഷത്തിനാ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ഇത് കഴിക്കച്ചാ. ഭാമിച്ചി, പായസം. പായസം എനിക്ക് പറ്റില്ല. കുറച്ച് കഴിക്ക്, ഒരു സന്തോഷത്തിന്. അത് സന്തോഷമുള്ളവർ കഴിക്കട്ടെ. അതെ, അവക്ക് പണ്ടേ പായസം താല്പര്യമില്ല. മോളിഞ്ഞ് തന്നെ, ഞാൻ കഴിക്കാം. ഹലോ സർ. അരുന്ധതി, തമ്പി അഭിനയിച്ച സീൻസ് ഞാൻ കണ്ടു. എങ്ങനെയുണ്ട് സർ? സോറി, ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല. തമ്പി നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഒപ്പം അഭിനയിച്ച ആ പയ്യനും കുഴപ്പമില്ല. താങ്ക് യു സർ, എനിക്കിപ്പോഴാ ആശ്വാസമായത്. ഈ തമ്പി ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല സർ, ആദ്യമായിട്ടാണ്. ഓ, ബട്ട് എക്സലന്റ് പെർഫോമൻസ്. തമ്പിയെ വെച്ച് തന്നെ ആ ക്യാരക്ടർ കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ സർ. ഓക്കെ. തമ്പിയണ്ണ, ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കരുത്. ഫിക്ഷൻ ഹെഡ് തമ്പിയണ്ണനെ എന്നെ മാറ്റാൻ പറയില്ല. തമ്പിയണ്ണനെ ചിലപ്പോൾ മാറ്റാൻ പറയില്ലായിരിക്കും, പക്ഷെ നിന്നെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. സാറേ, ഒരു നടന്റെ മനസ്സിനെ കുത്തി വേദനിപ്പിക്കരുത്. നടനാ? ആരാണ് ആ നടൻ? ഞാൻ തന്നെ. നടൻ? നീ എന്നാടാ നടനായത്? എന്റെ ഗതികേട് കൊണ്ട് ഞാൻ നിന്നെ പിടിച്ച് അഭിനയിപ്പിച്ചാണ്. സാറേ, സാറിന് ഈ വാക്ക് മാറ്റി പറയേണ്ടി വരും. സാറ് നോക്കിയോ, മലയാള സീരിയലിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു നടനായി ഞാൻ മാറും. കുറച്ച് കഴിയുമ്പോ അറിയാം നിന്റെ ജാതകം. വെറുതെ കയറി അഭിനയിക്കണ്ടായിരുന്നു. വേറെ ആളെ വെച്ച് ഷൂട്ട് ചെയ്യേണ്ടി വന്നാൽ പണം കുറച്ച് നഷ്ടമാവില്ലേ? തമ്പിച്ചേട്ടൻ ടെൻഷൻ ആവണ്ട, ചേട്ടന്റെ പെർഫോമൻസ് പൊളിയായിരുന്നു. ഫിക്ഷൻ ഹെഡിന് ചേട്ടന്റെ അഭിനയം ഇഷ്ടപ്പെടും. തമ്പിയണ്ണ, നിങ്ങളായിട്ട് അഭിനയിച്ചതല്ലോ, എല്ലാവരും കൂടെ നിർബന്ധിച്ച് അഭിനയിപ്പിച്ചതല്ലേ. അപ്പോ തമ്പിയണ്ണ മാത്രം ഇങ്ങനെ വേവലാതിപ്പെടണ്ട. അതെ,
തമ്പിച്ചേട്ടനെ മാറ്റിയാൽ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ധൈര്യമായിരിക്കും തമ്പിയണ്ണ. നമ്മളെ രണ്ടാളെ മാറ്റിയില്ലെങ്കിൽ അടുത്ത ആഴ്ച പളനി പോയി തല മൊട്ടയടിക്കാന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. ഹേയ്, നിന്നെ മാറ്റിയില്ലെങ്കിൽ നിന്റെ ക്യാരക്ടർ കണ്ടിന്യൂറ്റി ഉള്ളതാണ്. ഈ സീരിയൽ കഴിയുന്നവരെ നിന്റെ മുടിയും മീശയും നിന്റെ കോലവും ഒക്കെ എനിക്ക് ഇതുപോലെ തന്നെ വേണം. നീ പഴനി പോയി മുട്ടയടിച്ച പിന്നെ നിന്റെ ഈ വേഷം പിന്നെ നീ എങ്ങനെ ചെയ്യും? ഈ അടുത്ത കാലത്തൊന്നും പളനി പോയി മൊട്ടയടിപ്പ് നടക്കൂല. ഫിക്ഷൻ ഹെഡ് വിളിച്ചോ മോളെ? വിളിച്ചു. എന്തു പറഞ്ഞു ചേച്ചി? നിങ്ങളുടെ രണ്ടുപേരുടെ അഭിനയം തീരെ മോശമാണെന്ന് പറഞ്ഞു. നിങ്ങളെ രണ്ടാളെ മാറ്റണമെന്നും പറഞ്ഞു. നേരാണോ ചേച്ചി? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ മാറ്റൂന്ന്. നിങ്ങളൊന്നും ഒരു ആർട്ടിസ്റ്റ് അല്ല. ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് ഒന്നും നിങ്ങൾക്കില്ല. പിന്നെ എന്തിനാ സാർ ആ മോണിറ്ററിന്റെ മുമ്പിലിരുന്ന് കോക്കേ കോക്കേ എന്ന് പറഞ്ഞത്? കൊള്ളൂലെങ്കിൽ സാറിന് നേരത്തെ അപ്പോഴേ പറഞ്ഞുകൂടായിരുന്നാ? ഡേയ്, ഞാനാണ് ഇതിന്റെ ഡയറക്ടർ KJ ബിജു. നീ ഇത് എങ്ങോട്ടാണ് ചാടിക്കേറി പോണത്? ഒരു പൊടിക്ക് അടങ്ങും. എന്റെ കലാദേവതേ, എന്നോട് ഈ പരീക്ഷണം വേണ്ടായിരുന്നു. ഇനിയിപ്പോ ആ ഫിക്ഷൻ കെട്ടിന്റെ ജോലി തെറിക്കാൻ വേണ്ടി ഒരു നേർച്ച എടുക്കേണ്ടി വരും. തമ്പിച്ചേട്ടന്റെ വിഷമായോ? ഏയ് സാരമില്ല. എന്റെ പണി അല്ലെങ്കിലും അഭിനയം അല്ലല്ലോ മോനെ. നിങ്ങൾ രണ്ടാളും വിഷമിക്കണ്ട. ഫിക്ഷൻ ഹെഡിന് രണ്ടുപേരുടെ അഭിനയം ഇഷ്ടപ്പെട്ടു. അയ്യോ, നിങ്ങളെ രണ്ടാളെയും വെച്ച് ക്യാരക്ടേഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാനാ ഫിക്ഷൻ ഹെഡ് പറഞ്ഞത്. എന്റെ പളനിയാണ്ടവാ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. നാളെ തന്നെ വന്ന് എന്റെ ഈ കുഞ്ഞു തല മുട്ടയടിക്കാവേ. റിങ്കു, കണ്ടിന്യൂറ്റി ഉണ്ട്. സോറി ആണ്ടവാ, കണ്ടിന്യൂറ്റി കഴിഞ്ഞു വന്ന് മുട്ടയടിക്കാവേ. എല്ലാരും വലിയ സന്തോഷത്തിലാണല്ലോ. തമ്പിച്ചേട്ടനും റിങ്കുനും ഭാഗ്യമുണ്ട്. ഇവരഭിനയിച്ച കഥാപാത്രങ്ങളിൽ ഇവര് തന്നെ മതിയെന്ന് ചാനലിൽ നിന്ന് പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. ഇനി ഞങ്ങളുടെ ഭാവി സാറിന്റെ പേനത്തുമ്പിലായിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് തകർക്കാം. അല്ല, എനിക്കൊരു ഡൗട്ടുണ്ട്. ഈ തമ്പിച്ചേട്ടന്റെ പേര് തന്നെ ജയകാന്തൻ കഥാപാത്രത്തിന് കൊടുത്തത്? അത് മാഡം, സത്യത്തിൽ ദേവയുടെ അച്ഛനൊരു പേരിടാനിരുന്നപ്പോ ആപ്റ്റായ ഒരു പേര് കിട്ടിയില്ല. പെട്ടെന്ന് ഓർമ്മ വന്നത് തമ്പിയന്റെ മുഖ. അങ്ങനെയാ ദേവയുടെ അച്ഛന് തമ്പി എന്ന് പേരിട്ടത്. അത് നന്നായി. തമ്പിച്ചേട്ടന്റെ പേര് ഫേമസ് ആവുമല്ലോ. ആ ജയകാന്തൻ, ബാക്കി മള്ളയും റെഡിയായി. മാഡം, നമുക്കൊന്ന് കേട്ടാലോ? പിന്നെന്താ മേഡം, എനിക്ക് ആ സീൻസ് തീർക്കണം. ആ, എന്നാൽ ഞാനും അർജുനും കൂടി കേൾക്കാം. ഓ ശരി മേഡം. ജയകാന്തൻ ശരി വരൂ. മാഡം. നീ ചായ കുടിച്ചാടെ? ഇല്ല, മേടിച്ചു കൂടി, അതെങ്കിലും നടക്കട്ടെ. നീ ഒന്ന് വന്നേ. അരുണേ, എന്താ? നമുക്ക് ആ സീൻ അങ്ങ് എടുത്താലോ? യാസീന് അതൊക്കെ രായേഷിനെ അറിയാവൂ. ഡേയ്, ഒരു കട്ടനിടറേ, ഉഴുന്നോടെ ഉണ്ടാകുന്നോ? കഷ്ടം. ജയകാന്തൻ, കഥ പറഞ്ഞോളൂ. ഡോക്ടർ പ്രിയ അമ്മുമോൾക്ക് നടത്തിയ ടെസ്റ്റുകളുടെ റിസൾട്ട് കിട്ടി. ആ വിവരം ഡോക്ടർ പ്രിയ തന്നെ ശ്യാമയെ വിളിച്ച് പറയുന്നു. അതറിഞ്ഞ ശ്യാമ വെപ്രാളത്തോടെ ആശുപത്രിയിലേക്ക് തിരിച്ചു. വഴിയിൽ വച്ച് ശ്യാമ, അല്ല ശ്യാമ ഈ നേരത്തെ എങ്ങോട്ടാ? അത് ഞാൻ ഹോസ്പിറ്റൽ വരെ പോവാ. ഹോസ്പിറ്റലിലേക്കോ? ഡോക്ടർ വിളിച്ചിരുന്നു. അമ്മൂമ്മയുടെ റിസൾട്ട് കിട്ടി. എന്നോട് ഹോസ്പിറ്റൽ വരെ ചെല്ലാൻ പറഞ്ഞു. എന്നാ പിന്നെ ഞാനും കൂടെ വരാം. അത് പിന്നെ കേറിക്കോളൂ. കേറൂ, കേറിക്കോളൂ.
എന്താ ഡോക്ടർ ഒന്നും പറയാത്തെ? അന്ന് അമ്മൂനെ പരിശോധിച്ചപ്പോ എനിക്കൊരു സംശയം തോന്നിയതാ. അതാ കൂടുതൽ ടെസ്റ്റുകൾ വേണമെന്ന് പറഞ്ഞത്. ഇപ്പൊ മോക്ക് കാർ ഇടിച്ചതിന്റെ എന്തെങ്കിലും പ്രശ്നം? അന്നേ ഞാൻ പറഞ്ഞല്ലോ അതൊരു പ്രോബ്ലം അല്ലാന്ന്. പിന്നെ ഇപ്പോ എന്താ ഡോക്ടർ പ്രശ്നം? അത് ഇങ്ങനെ റെയറായി കുഞ്ഞുങ്ങൾക്കുണ്ടാവാറുണ്ട്. പേടിക്കാനൊന്നുമില്ല. തുടക്കത്തിലേ കണ്ടുപിടിച്ചത് ഭാഗ്യം. മോക്ക് എന്താന്ന് ഡോക്ടർ ഇതുവരെ പറഞ്ഞില്ല. ടെൻഷൻ ആവണ്ട. മോൾക്ക് ഹാർട്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. വളരെ വൈകിക്കരുത്. ഒരു സർജറി വേണ്ടി വരും. അല്ലാതെ വേറെ മാർഗമില്ല. ശ്യാമ, ശ്യാമ, എന്തു പറ്റി? ശ്യാമ, നയന, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കുന്നത് അബദ്ധമാണെങ്കിൽ ക്ഷമിക്കണം. ചില കാര്യങ്ങൾ എനിക്കിങ്ങനെ മറച്ചു വെച്ച് നടക്കാൻ പറ്റില്ല. എന്തായി തീരുമാനം? നീ അമ്മക്കിളിപ്പാട്ട് ഉപേക്ഷിക്കുന്നു, എന്റെ സീരിയൽ അഭിനയിക്കുന്നു. എനിക്ക് കേൾക്കാനുള്ള മറുപടി അതാണ്. ADN Gold TV, ഏഷ്യാനെറ്റ് ഡിജിറ്റൽ നെറ്റ്വർക്കിംഗ് ചാനൽ നമ്പർ 109.